Hi friends, welcome to a new heavy episode of Flywheel. Heavy എന്ന് മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവും. We have got a heavy luxury coach today. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള 9100 എന്ന് പറയുന്ന ലക്ഷറി കോച്ചാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. So we have brought the first 9100 in the country. So sit back and enjoy the luxurious drive with the Volvo 9100. As you all know, over a decade before, Volvo has revolutionized Indian bus industry with the introduction of their luxury coaches. Volvo's പല വേരിയൻസും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അറ്റ് ടോപ്പ് ഓഫ് ദ റേഞ്ച് നിൽക്കുന്ന B9R എന്ന് പറയുന്ന മൾട്ടി ആക്സൽ വെഹിക്കിളാണ്. ഇതിപ്പം നമ്മളിപ്പോൾ ബാംഗ്ലൂരും അല്ലെങ്കിൽ മറ്റ് ചെന്നൈയിലും പോകുന്ന മിക്കവാറും ആളുകളും ബൈ റോഡ് പോകുന്നവരെല്ലാം തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് യു നോ ഹൗ കംഫർട്ടബിൾ ദ ബസ് ഈസ്. ബട്ട് വോൾവോനൊരു ഏഷ്യൻ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബസ് വേണ്ടിയിട്ടാണ് 9100 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിലായിരുന്നു ഇത് റിവീൽ ചെയ്ത്. എന്നാൽ ഫസ്റ്റ് മാർക്കറ്റ് ലോഞ്ച് ഹാപ്പൻ ചെയ്യുന്ന ഇപ്പോഴാണ്. ആൻഡ് വി ആർ വെരി പ്ലീസ് ടു ഹാവ് ദ ഫസ്റ്റ് വെഹിക്കിൾ ഇൻ ദ കൺട്രി. KTC ഗ്രൂപ്പിൻ്റെ KTC 2s സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബസ്സാണ് ഇപ്പം ഫസ്റ്റ് ഇന്ത്യയിൽ ഡെലിവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദ 2 buses ലോഞ്ച് ഹിയർ. ആൻഡ് വി ആർ സോ ഗ്ലാഡ് വി ഗോട്ട് ദ ചാൻസ് ടു റിവ്യൂ ദിസ് വെഹിക്കിൾ. 9100 എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റിലെ സ്പെസിഫിക്കലി ആവശ്യങ്ങൾ റിക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് ഇന്ത്യയിലെ ഹോസ്കോട്ട് പ്ലാന്റിലാണ് വോൾവോ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വിൽ ബി ഡെവലപ്പിംഗ് ഫ്രം ദർ ഓൺലി. ബട്ട് ഇഫ് ദ കസ്റ്റമർ നീഡ് ഓർ മോർ റിക്വയർമെൻറ്റ്സ് കംസ് ഔട്ട്സൈഡ് ഇന്ത്യ, വോൾവോ അതർ പ്ലാൻസ് ഒന്നും ഡെവലപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ടില്ല. ഇതിന് എസ്പെഷ്യലി ഇന്ത്യൻ കസ്റ്റമേഴ്സിനുള്ള കുറേ കസ്റ്റമൈസേഷൻ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. സോ വിൽ ബ്രീഫ്ലി ഗോ ത്രൂ വാട്ട് ഓൾ ആർ ദ ചേഞ്ചസ് ആൻഡ് ഹാവ് എ ഡ്രൈവ് ഓഫ് ദിസ് വെഹിക്കിൾ. വോൾവോ അവരുടെ ഗ്ലോബൽ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഇപ്പോൾ ഇന്ന് എല്ലാ ബസ്സിലും ഫോളോ ചെയ്യുന്നുണ്ട്. അത് B9Rലെല്ലാം ശരിക്കും നമുക്ക് മനസ്സിലാവും. ഒരു വോൾവോൻ്റെ ഒരു ഗ്രില്ല് ഫോർമേഷൻ എല്ലാം തന്നെ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ഐഡൻറ്റിറ്റി ഈ 9100 മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു പോർഷനിൽ പ്രത്യേകിച്ച് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വോൾവോൻ്റെ ലോഗോ എല്ലാം കൊടുത്ത് ആ ഒരു പോർഷൻ വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഹെഡ്ലൈറ്റ്സ് ആണ്. കാരണം B9Rൽ നിങ്ങൾ കണ്ടുണ്ടോ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ പ്രൊജക്ടർ ബീം ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു വന്നത്. എന്നാൽ ഇത് പ്രോപ്പർ ഇന്ത്യൻ കണ്ടീഷനിലേക്ക് വേണ്ട രീതിയിൽ, അതായത് ഇന്ത്യയിൽ ഇപ്പം നമുക്കറിയാം എല്ലാം തന്നെ ഇല്യൂമിനേറ്റഡ് ലൈറ്റ്സ് ഉള്ള റോഡൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ ഷാർപ്പായിട്ട് ഹാലജൻ ബൾബിൻ്റെ ആവശ്യമുള്ള ഏരിയകളുണ്ട്. ആ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പലരും ചിലപ്പോൾ മോഡിഫൈ ചെയ്ത് B9Rലെല്ലാം വെക്കുന്ന കാണാറുണ്ട്. അത് കണക്കിലെടുത്തിട്ട് ഈ ഒരു വലിയൊരു ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളെ റോഡിൽ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് ഏഷ്യയിലെ പല കൺട്രീസിലും അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഏഷ്യൻ മോഡൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ലുമാക്സിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഫോഗ് ലാമ്പ് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വോൾവോയിൽ ഇപ്പം നേരത്തെ വന്ന രീതിയിലുള്ള തന്നെ ബമ്പർ പൊക്കി വെച്ചാൽ അതിൻ്റെ ഉള്ളിലാണ് ഡോർ ഓപ്പണറും പിന്നെ അതുപോലെ തന്നെ സ്പെയർ വീലറിലും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വിൻഡ് വാഷ് ചെയ്യുന്ന ഫ്ലൂയിഡും ഇവിടെ തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. വേറെ ചേഞ്ച് വന്നിട്ടില്ല. ആക്ച്വലി ഫ്രണ്ടിൽ വരുന്ന ഹാങ് ചെയ്ത് നിൽക്കുന്ന സൈഡ് മിറേഴ്സിൻ്റെ ബോഡി കളർ ഒരു പോർഷൻ ഒഴിവാക്കിയിട്ടുണ്ട്. കുറേ കൂടിയും ഇപ്പം നമ്മൾ പലപ്പോഴും കാണുന്ന പല ബസ്സിലും ആ ബോഡി ഇതെല്ലാം തട്ടിയിട്ട് പൊട്ടുകയും പിന്നെ സ്ക്രാച്ച് ആവുന്നതാണ്. അത് കുറേ കൂടി സിമ്പിളാക്കുക ചെയ്തിട്ടില്ല. ഇതാണ് ഫ്രണ്ടിൽ കാര്യമായ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളത്. ബട്ട് ഒരു ബ്യൂട്ടീനെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാളേറെ പേർപ്പസ്ഫുൾ അല്ലെങ്കിൽ പ്രാക്ടിക്കാലിറ്റിയാണ് 9100 കൂടുതൽ കൺസിഡർ ചെയ്ത്. അത് ശരിക്കും നമുക്ക് ഇതിൽ റിവീൽ ചെയ്യുന്നുണ്ട്. ബട്ട് വലിയൊരു ഗ്ലാസും അതുപോലെ വോൾവോൻ്റെ ഐഡൻറ്റിറ്റി എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. 9100 മറ്റൊരു മാറ്റമുള്ളത് റിയർ പോർഷനിലാണ്. റിയർ എൻറ്റയർലി ഡിഫറെൻ്റ് എന്ന് പറയാം. കുറച്ചുകൂടി സിമിലാരിറ്റി തോന്നുന്ന ഈ ടെയിൽ ലൈറ്റ് മാത്രമാണ്. പക്ഷേ അതും തന്നെ ഡിഫറെൻ്റ് ആണ്. ഒരു ക്ലിയർ ലെൻസ് ആയിട്ടുള്ള പ്രൊജക്ട് ബീം ആയിട്ടുള്ള ടെയിൽ ലൈറ്റാണ്. അത് LED ലൈറ്റ്സും വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു പോർഷൻ സെൻറ്റർ പോർഷൻ ആകെ മാറിയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ കോണ്ടസ്റ്റ് എസ്പെഷ്യലി ഏഷ്യൻ കോണ്ടസ്റ്റിലേക്ക് പറ്റുന്ന രീതിയിൽ നല്ലൊരു എയർ ഫ്ലോ കിട്ടുന്ന രീതിയിലുള്ള ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. 3 ഗ്രില്ലായിട്ട് വരുന്നുണ്ട്. സൈഡിലുള്ള ഗ്രില്ലിൻ്റെ പുറമെയാണത്. പിന്നെ ഒരു ഗ്ലാസിൻ്റെ പോർഷനും വരുന്നു. സാധാരണ B9Rൽ നമുക്ക് സോളിഡ് ആയിട്ടുള്ള പോർഷൻസൊക്കെ കാണാറില്ല. അപ്പം മൊത്തത്തിലൊരു റീവർക്ക് ചെയ്തിട്ടുള്ള റിയർ പോർഷനാണ്. കാരണം കുറേ ഒരു പ്രാക്ടിക്കലായിട്ട് എഞ്ചിൻ്റെ ഒരു എയർ ഇൻടേക്കെല്ലാം കൂട്ടാനുള്ള രീതിയിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. സോ 9100 എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ കോണ്ടസ്റ്റിലേക്ക് എസ്പെഷ്യലി ഇന്ത്യൻ ഇൻ്റർസിറ്റി കോണ്ടസ്റ്റിലേക്ക് വളരെ അനുയോജ്യമായ ബസ്സാണ്. നമുക്കിപ്പം ടാറ്റയോ ലാലൻഡിലെല്ലാം തന്നെ ബോഡി ഇട്ടിട്ട് ഇറക്കുന്ന രീതിയിലുള്ള ബസ്സിനെ കമ്പയർ ചെയ്യുമ്പം
ദിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. കാരണം നല്ല കംഫർട്ട് റൈഡും പിന്നെ മോണോക്കോക്ക് ടൈപ്പ് ബിൽഡാണ്. അതെല്ലാം തന്നെ ശരിക്കും ഇതിന് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. So let's see on ride how it will perform. It's more of a riding machine than a driving machine. We'll see how it's going to perform. പുഷ് ബാക്ക് സീറ്റോട് കൂടിയിട്ടാണ് 9100 വരുന്നത്. അതെല്ലാം തന്നെ ഹരിതയുടെ സീറ്റ്സ് ആണ് വരുന്നത്. നമ്മളിപ്പം ഇതിൻ്റെ വലിയ മോഡലിൽ കാണേണ്ട രീതിയിൽ തന്നെയുള്ള സീറ്റാണ്. അതുകൊണ്ട് വളരെ കംഫർട്ടബിളും ആണ്. പുഷ് ബാക്കും ഉണ്ട്. പിന്നെ നല്ലൊരു ഇപ്പോൾ ഇതിലുള്ളത് ഒരു റെഡ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു റെക്സിൻ ടൈപ്പ് മെറ്റീരിയൽ. റെക്സിൻ അല്ല ആക്ച്വലി, ഇത് കുറേ ഒരു ചൂട് കുറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. ഇതല്ലാതെ ഫാബ്രിക്കും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ സീറ്റിൻ്റെ ഒരു ചെറിയ ഡിഫറൻസിൽ കുറച്ച് ഗ്യാപ്പ് 9100 B9 ആയിട്ട് കുറച്ച് കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. 2 സീറ്റ് തമ്മിലുള്ള ഗ്യാപ്പ്. വേറെ എല്ലാം തന്നെ സിമിലർ ആയിട്ടാണ് വന്നിട്ടില്ല. ബട്ട് എയർ കണ്ടീഷനും എല്ലാം തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. നല്ല എയർ കണ്ടീഷനിങ് ഉണ്ട്. ബട്ട് B9R ആയിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു TV മാത്രമാണ് ഇതിൽ വരുന്നത്. സാധാരണ B9Rൽ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു LCD സ്ക്രീനും കൂടി വരാറുണ്ട്. ബട്ട് ഇതിൽ ഫ്രണ്ടിൽ വരുന്ന ഒരു TV മാത്രമേ വരുന്നുള്ളൂ. വേറെ എല്ലാം തന്നെ 45 സീറ്റാന്നുള്ള കുറവ്, നമ്പർ ഓഫ് സീറ്റിൻ്റെ ഡിഫറൻസ് അല്ലാതെ ബാക്കി സെയിം ആയിട്ട് തന്നെ വന്നിട്ടില്ല. ആൻഡ് സ്പേസ് ഈസ് ഓൾസോ ഗുഡ്. സോ ഓൾടുഗദർ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ കോൺടെസ്റ്റിലേക്ക് പറ്റുന്ന ഒരു ഇന്റർസിറ്റി ബസ് എന്ന രീതിയിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. വോൾവോ ബസ്സസിൽ ഇപ്പോൾ 9100 ആവട്ടെ B9R ആവട്ടെ എല്ലാം തന്നെ വളരെ എക്കണോമിക്കലിയാണ് ഈ ഡാഷ്ബോർഡ് ഡിസൈൻ ചെയ്യുന്നത്. ഒരു ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് വരുന്നത്. അതിൽ നമ്മൾ സ്റ്റിയറിംഗ് എല്ലാം മാറ്റി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു കൺസോളാണ്. ഇതിലെ സ്വിച്ചസിൻ്റെ ലേഔട്ടെല്ലാം തന്നെ ഡ്രൈവറിനെ റീച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ അറ്റത്തുള്ള സ്വിച്ച് വരെ നമുക്ക് റീച്ച് ആവും. പിന്നെ ഡോർ ഓപ്പണിംഗ് ക്ലോസിംഗ് എല്ലാം വളരെ എളുപ്പമാണ്. ക്ലൈമറ്റ് കൺട്രോൾ ഇവിടെ അത് ഇലക്ട്രോണിക് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ലൈറ്റ് സ്വിച്ചസും ഇവിടെ വരുന്നുണ്ട്. വെഹിക്കിളിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബട്ടണും എല്ലാം തന്നെ വളരെ എക്കണോമിക്കലിയാണ് വന്നിട്ടുള്ളത്. പിന്നെ വേറെ അട്രാക്ഷൻ ഉള്ളത് ഇപ്പം മൂവി ആവട്ടെ അല്ല മ്യൂസിക് ആവട്ടെ രണ്ടിനുള്ള CD ഓപ്പറേഷനും ഇവിടെ തന്നെ വരുന്നത്. നേരത്തെ പഴയ വെഹിക്കിളിൽ ഉണ്ടായിരുന്ന ഒരു ട്രേ പോലെ അതിൻ്റെ ഉള്ളിലെല്ലാം ആയിട്ടായിരുന്നു. ആ ഡിഫിക്കൽട്ടി തന്നെ ഈ പുതിയ എക്കണോമിക് ഡിസൈനിനെ കൊണ്ട് മാറിയിട്ടുണ്ട്. Kairali TMT Steel, the only manufacturer for Steel Authority of India. Now with FE 500 grade. Added values: earthquake resistant, corrosion resistant and cost effective. എന്റെ വീടിന്റെ ഹിഡൻ സ്ട്രെങ്ത് കൈരളി TMT കമ്പികൾ. Kairali TMT Steel, the choice of a lifetime. A Kalliyat product. Marma Italia, Farrokh Calicut, South India's biggest Italian marble showroom. ഓരോ ജീവജാലങ്ങൾക്കും പ്രകൃതി ബാഹ്യസുരക്ഷയ്ക്കായി പുറന്തോടുകൾ നൽകിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ സ്വപ്നഗൃഹത്തിന് വേണം ബാഹ്യ സംരക്ഷണത്തിനുപരി ഉള്ളിൽ നിന്നുള്ള സംരക്ഷണം. അതിനാൽ ഉപയോഗിക്കൂ ഉന്നത ഗുണമേന്മയുള്ള കൈരളി TMT സ്റ്റീൽ ബാർസ്, the choice